ഇറ്റ്സ് തേഴ്സ്ഡേ ഡേ 3 അറ്റ് മലേഷ്യ. രാവിലെ തന്നെ നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇന്നത്തെ ട്രിപ്പിന് ഇറങ്ങി. ഇന്ന് ഫുൾ ഫോട്ടോ സെഷനുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. എവിടെയും എൻട്രി ഇല്ല, ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ മാത്രം. എൻട്രി ഓൾറെഡി അതിനകത്ത് ആർക്കും ഇല്ല കേട്ടോ, ഞങ്ങൾക്ക് മാത്രമല്ല. സോ ആദ്യം പോയത് കിങ് പാലസിലേക്കാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ആകെ ഒരു 15 മിനിറ്റ്സേ ഞങ്ങൾ സ്പെൻഡ് ചെയ്തുള്ളൂ. ഇന്ന് പോകുന്ന സ്ഥലങ്ങളെല്ലാം ഏകദേശം അടുത്തടുത്ത് തന്നെയായിരുന്നു. ആൻഡ് ഇന്ന് ഹാഫ് ഡേ മാത്രമേ ഞങ്ങൾക്ക് ട്രിപ്പിലുള്ളൂ. അപ്പോൾ കിങ് പാലസ് കഴിഞ്ഞ് സെക്കൻഡ് പ്ലേസ് പോയത് നാഷണൽ മോണ്യുമെന്റ്. ഇവിടെയാണ് ബിൽഡിങ്ങിന് ചുറ്റുമുള്ള ഫൗണ്ടെയിനും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു. ഇവിടെയൊക്കെ കൂടുതലും ടൂറിസ്റ്റിന് വന്നവരൊക്കെ മലയാളീസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഒത്തിരി മലയാളീസിനെ ഇവിടുന്ന് കണ്ടു. ദെൻ അത് കഴിഞ്ഞ് നേരെ തേർഡ് പ്ലേസിലേക്ക് പോയി മെർദിക്ക സ്ക്വയറിലേക്കാണ്. അവിടെയാണ് മലേഷ്യൻ ഫ്ലാഗ് ആദ്യമായിട്ട് ഹോസ്റ്റ് ചെയ്തതും ഇവിടെ നിന്നാണ് ഇവരുടെ ഇൻഡിപെൻഡൻസ് ഡേ പരേഡ് നടക്കുന്നതെന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ അടുത്തൊരു ഡ്രീം പ്ലേസ് ആയിരുന്നു. ഇവിടെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് പേര് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് വന്നു. ഓരോ ഫോട്ടോയ്ക്കും അവർ 5 റിങ്കറ്റ്സ് വെച്ചിട്ടാണ് മേടിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ അടുത്ത് വന്ന ഒരാൾ മാത്രം കുറച്ച് നേരം ബാർഗെയിൻ ചെയ്ത ശേഷം 6 ഫോട്ടോസിന് 15 റിങ്കറ്റ്സിന് തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഏകദേശം ഒരു 15 ഫോട്ടോകളും എടുത്തും. ആൻഡ് അവർ തന്നെ പോസ് ചെയ്യാനും പറഞ്ഞു തരും കേട്ടോ, എങ്ങനെയൊക്കെ പോസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവരെടുത്ത ഫോട്ടോസ് ഇതൊക്കെയാണ്. കൊള്ളാല്ലേ, എന്തൊരു ക്ലാരിറ്റിയാണ്. ഇന്നത്തെ ഹാഫ് ഡേ ടൂർ കഴിഞ്ഞു. സോ ഹോട്ടലിലെത്തി. പിന്നെ ഒരു ഈവനിങ് വരയ്ക്കും ഫുൾ സ്വിമ്മിങ് പൂളിൽ കളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് ഷോപ്പിങ്ങിനായിട്ട് പുറത്തിറങ്ങി. ആക്ച്വലി ലഞ്ച് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലഞ്ചും ഡിന്നറും കൂടെ ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞൊരു 7 മണിയാകുമ്പോഴാണ് ഇറങ്ങിയത്. സോ ആദ്യം റോഡ് സൈഡ് കണ്ടൊരു ബർഗർ ഷോപ്പിൽ നിന്ന് ഒരു ബർഗർ കഴിച്ചു. ദെൻ അത് കഴിഞ്ഞ് പാകിസ്ഥാനി ഹോട്ടൽസ് ഉള്ള സൈഡിലേക്കാണ് പോയത്. അവിടെ ഒരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ പൊറാത്തയും ആലുഗോബിയാണ് കഴിച്ചത്. നല്ല ഫ്ലേവർഫുൾ ആയിരുന്നു.